ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാനോ ടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇന്നത്തെ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എനർജി ബാൻഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ബാൻഡ് സ്ട്രക്ചർ ആൻഡ് ഡെൻസിറ്റി അറ്റ് നാനോ സ്കെയിൽ. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ബാൻഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോർമലി നാനോ സ്കെയിൽ അല്ലാത്ത നമ്മൾ അവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ കണ്ടക്ഷൻ മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ബാൻഡ് സ്ട്രക്ചർ ആൻഡ് ഡെൻസിറ്റി സ്റ്റേറ്റ് നാനോ സ്കെയിലാണ് നമുക്കവിടെ നോക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജി ബാൻഡ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡെൻസിറ്റി സ്റ്റേറ്റ്സ് എങ്ങനെയാണ് നമുക്കവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇൻട്രൊഡക്ഷനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു ചാർജ് കാരിയേഴ്സ് ഓക്കെ, ഒരു ചാർജ് കാരിയേഴ്സ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മങ്ങനെ മെറ്റീരിയൽസിനെ കണ്ടക്ടേഴ്സ് ആയിട്ടും ഇൻസുലേറ്റേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മൊബൈൽ ചാർജസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ മെറ്റൽസിന് നമുക്കറിയാം മെറ്റാലിക് ബോണ്ടിങ് ഉണ്ട്. മെറ്റാലിക് ബോണ്ടിങ് കാരണം വാലൻസ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഒരു ഗ്യാസ് ഓഫ് ഇലക്ട്രോൺസ് അവിടെ വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളോട് പറയുന്നുണ്ട്. ഇതില നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലൊക്കെ. ഓക്കെ. അപ്പോൾ പക്ഷെ നമ്മുടെ ഇൻസുലേറ്റേഴ്സ് ആവുന്ന സമയത്ത് പ്യുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. കാരണം അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. കാരണം എന്ത് ചെയ്യും, അവർക്ക് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും അവിടെ വരുന്നില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി നമ്മൾ പറയാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് മെറ്റാലിക് ബോണ്ടിങ് ഇല്ല. ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സ് ഒക്കെ അവിടെ വരുന്നത്. ഓക്കെ. അപ്പൊ ഈ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഇതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ് എന്ന ബേസ് നമുക്ക് അവിടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് നമ്മുടെ നാനോ സ്കെയിലിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്കൻഡ് സെക്ഷനിൽ നമ്മുടെ ബാൻഡ് സ്ട്രക്ചർ ആൻഡ് ഡെൻസിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിൽ തന്നെ ഈ ഒരു എനർജി ബാൻഡ്സിനെ കുറിച്ചൊക്കെ വളരെ ചെറിയ ടോപ്പിക്സ് ആണ്. അപ്പൊ ഇതും ഒരു മീഡിയം ലെവൽ നിങ്ങളൊന്ന് നോക്കി പോയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ എനർജി ബാലൻസിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ അതിൽ. അപ്പൊ അത് നാനോയുമായി ബന്ധപ്പെടുത്തി ഒന്ന് എഴുതുന്ന കാര്യം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇവിടെ നമ്മുടെ ഒരു ക്രിസ്റ്റലൈൻ സോൾസ് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു സിംഗിൾ ആറ്റത്തിന്റെ കേസിലുള്ളത് പോലെ അല്ല എന്ത് ചെയ്തത് ഒരു ക്രിസ്റ്റലൈൻ സോൾസിൽ വരുന്നത്. ഓക്കെ, കാരണം ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പീരിയോഡിക് ഫങ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഒരു ആറ്റം എന്ന് പറയുമ്പോൾ സിംഗിൾ ആറ്റം ആണ്, ബട്ട് അത് ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എന്താ ആറ്റംസ് നമ്മുടെ ഒരു ഇന്നർ ഷെല്ല്, ഇലക്ട്രോൺസ് ഇന്നർ ഷെല്ല് അവിടെ എന്തുണ്ട്, അവിടുത്തെ ഇൻഡിവിജ്വൽ ആറ്റം ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുന്നില്ല, നൈബറിംഗ് ആറ്റത്തിന് അവിടെ അഫക്ട് ചെയ്യില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എനർജി ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ത് ചെയ്യില്ല, തൊട്ടടുത്ത് തന്നെ അവിടെ അഫക്ട് ചെയ്യുന്നില്ല. നമുക്ക് വേറൊരു കാര്യം കൂടി പറയുന്നത്, ദാറ്റ് ഇസ് ഔട്ടർ ഷെൽ ഓഫ് ഇലക്ട്രോൺസ് ആർ ചേഞ്ച് കൺസിഡറബിളി ആസ് ദീസ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബൈ neighboring atom. Okay. A new energy levels will be determined by quantum mechanical treatment, which in the formation of energy bands are closely related. Okay. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ കേട്ടോ, കണ്ടക്ടേഴ്സും ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ അവിടെ വേണമെന്നില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു കേസിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, പ്രോപ്പർട്ടീസ് നമുക്കവിടെ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ടേംസ് ഓഫ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ്. ഓക്കെ, എനർജി ലെവൽസിന്റെയും ഔട്ടർ ഷെൽ ഇലക്ട്രോൺസിന്റെയും ബേസിസിൽ നമുക്ക് കണ്ടക്ടർ ഇൻസുലേറ്റേഴ്സ് ക്ലാസിഫിക്കേഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാൻഡ് സ്ട്രക്ചർ, ഓക്കെ, ബാൻഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് നമുക്കിപ്പോ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ബാൻഡ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിംഗിൾ ഇലക്ട്രോൺ പ്രോബ്ലത്തിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊരു ഗ്രൂപ്പ് എ എലമെന്റ്സ് കൺസിഡർ ചെയ്യുകയാണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ഓക്കെ, അങ്ങനെയുള്ള ഗ്രൂപ്പ് 4 എലമെന്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അവർക്കെല്ലാം എന്താണ്, പാർഷ്യൽ ഫിൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. അപ്പൊ പി ഓർബിറ്റൽസിൽ നമുക്കറിയാം അവിടെ 6 പോസിബിൾ സ്റ്റേറ്റ് വരുന്നുണ്ട്. ബട്ട് അവിടെ എന്ത് ചെയ്തില്ല, അത് പാർഷ്യലി ഫിൽഡ് ആണ്. ഓക്കെ, എസ് ഓർബിറ്റലിന് 2 സ്റ്റേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഇന്നർ ഷെൽ ലെവൽസിന്റെ ഇത് നോക്കാതിരുന്നാൽ പോലും നമുക്ക് എന്തറിയാം, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കണ്ടക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറണ്ട് കണ്ടക്ഷൻ ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഒരു ഗ്രാഫാണ്. ഇനർഷ്യൽ ഇലക്ട്രോൺസിന്റെയും ബാക്കി നമുക്ക് എന്തെങ്കിലും നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റുകളുടെയും ഒരു ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. സ്പ്ലിറ്റിംഗ് എങ്ങനെ എനർജി ലെവൽസ് അവിടെ സ്പ്ലിറ്റ് ആണ്, സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസ് ഓഫ് ആൻ ഐസൊലേറ്റ് ആറ്റം ടു എനർജി ബാൻഡ്സ് ഡ്യൂ ടു കപ്ലിംഗ് ബിറ്റ്വീൻ ആറ്റം. ഓക്കെ, അപ്പോൾ ആറ്റംസുകൾ തമ്മിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആറ്റംസ് തമ്മിലുണ്ടാകുന്ന ആ ഒരു കപ്ലിംഗ് കാരണം എനർജി ഡിഫറൻസ് ആണ് എന്ത് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇതില് നമ്മളിപ്പോ ഒരു ആറ്റത്തെ ക്ലോസർ ആയിട്ട് കൊണ്ടുവരുവാണെങ്കില്, അടുപ്പിച്ച് കൊണ്ടുവരുവാണെങ്കില്, അവിടെ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ഒരു ഇന്റർ സ്പേസിങ് എന്ത് ചെയ്യും? അവിടെ ഒരു ഡിക്രിമെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അതില് നമ്മൾ ആറ്റത്തെ എത്ര അടുപ്പിച്ച് കൊണ്ടുവന്നാലും അതിന്റെ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഫണ്ടമെന്റൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നില്ല, അത് അഫക്ട് വലുതായി ചെയ്യുന്നില്ല. ഓക്കെ. എന്ത് ചെയ്യാം? വേവ് ഫംഗ്ഷൻസ് എല്ലാം അവിടെ ഓവർലാപ്പ് ചെയ്യും എന്ന കണ്ടീഷൻസ് നിങ്ങളിവിടെ ഓർത്തിരിക്കുക. ഓക്കെ. എന്നിട്ട് ഹൈലൈറ്റ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ. എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വേവ് ഫംഗ്ഷൻസ് എന്തില്ല, അവിടെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ആറ്റംസ് തമ്മിലുള്ള ഈ ഒരു കപ്ലിംഗ് കാരണം അവിടെ എന്ത് സംഭവിക്കാം? That is, due to coupling, the electron level will become degenerate and spread out in a energy according to Pauli's exclusion principle. Okay, Pauli's exclusion principle ന്റെ ബേസിസില് എന്ത് ചെയ്യും? അവിടെ ഇലക്ട്രോണിക് ലെവൽസ് അവിടെ ഡീജനറേറ്റ് ആവും. ഓക്കെ, ഡീജനറേറ്റ് ആവുകയും സ്പ്രെഡ് ആവുകയും ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ 2n s സ്റ്റേറ്റും അതുപോലെ 6n p സ്റ്റേറ്റും എന്ത് ചെയ്യും? അത് സ്പ്രെഡ് ചെയ്തിട്ട് 2n and 6n ഡിസ്ക്രീറ്റ് ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ n എന്നത് വളരെ കൂടുതലായിരിക്കും. ഏകദേശം നിയർലി ഈക്വൽ ടു 10⁻22 സെന്റിമീറ്റർ സെന്റിമീറ്റർ 1 ബൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ. സെന്റിമീറ്റർ⁻³ അത്രയും ഓർഡറിൽ ഇതിന് അവിടെ വരുന്നുണ്ട്. ഓക്കെ. അതായത് ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഷിഫ്റ്റ് ആകുന്നുണ്ട്. ഇപ്പോ ട്വിൻസ് ഇലക്ട്രോൺസ് ഇതിനകത്തുണ്ട് സബ് ലെവൽസ്. അതായത് ഇപ്പോ നമുക്ക് ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും അവിടെ ഒരു സബ് സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. ഓക്കെ. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എനർജി ലെവൽസിനെ ഓക്കെ, ഈ ഓരോ എനർജി ലെവൽസിനെ നമ്മൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. സോ അതിന് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ എനർജി ബാൻഡ്സ് എന്ന രീതിയിൽ നമ്മളിവിടെ പറയുന്നത്. ഓക്കെ. അത് ജസ്റ്റ് ഒരു നമ്മളന്ന് ബാൻഡ് തിയറിയിലൊക്കെ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഡിസ്ക്രീറ്റ് ലെവൽസ് വരുന്നു. അതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ട് വീണ്ടും സ്പ്ലിറ്റിംഗ് വരുന്നു. സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ എനർജി ബാൻഡ്സ്. ഓക്കെ. അതിനെ പറയുന്ന പേരാണ് എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു ഫിഗറില് ഇവിടുത്തെ ഫിഗറില് നമുക്ക് അവിടെ ഷെയ്ഡഡ് റീജിയനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. അതിന് എന്ത് പറയുന്നത്? എനർജി ബാൻഡ്സ് നമ്മളുണ്ട്. അതിനകത്തുള്ള സബ് സ്പ്ലിറ്റിംഗ്. ഓക്കെ. അപ്പൊ അതില് നമുക്ക് പറയാം ഇപ്പൊ 2n സ്റ്റേറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് 2n s ഇലക്ട്രോൺസ്. ഓക്കെ. 2n s സ്റ്റേറ്റ് എന്ത് ചെയ്യും? 2n s ഇലക്ട്രോൺസ് അവിടെ ഫിൽഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ 6n p സ്റ്റേറ്റ് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ. p സ്റ്റേറ്റ് അവിടെ എന്തായിരിക്കും? പാർഷ്യലി. കാരണം s സ്റ്റേറ്റ് നമുക്ക് ഇന്നർ ഓർബിറ്റൽസ് ആണ്. സോ അത് അത്യാവശ്യം എന്തായിരിക്കും? അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അതില് നമ്മുടെ ഒരു ഇന്റർ അറ്റോമിക് സ്പേസിംഗ് എത്രത്തോളം കുറയുന്നുണ്ടോ, ഓക്കെ, എത്ര കുറയുന്നുണ്ടോ അവിടെ എനർജി ഗ്യാപ് ബിറ്റ്വീൻ ടു ബാൻഡ്സ് എന്തായിരിക്കും? അതോ ഡിക്രീസസ് ആസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആറ്റം ബിക്കം വെരി ലാർജ്. ഓക്കെ. The energy band structure then depends on the crystal structure of the material and electronic configuration of the atom constituting the material. Okay. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഇവിടുത്തെ എനർജി ബാൻഡ് നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? നമ്മൾ പറയുന്നത് എനർജി ബാൻഡ്സിനെ കുറിച്ച്. അപ്പോൾ എനർജി ബാൻഡ്സ് എന്ത് ചെയ്യും? അവിടുത്തെ അതിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ ആ ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെയും എന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പറയുമ്പോ ഈ ഒരു ഷ്രോഡിൻജർ ഇക്വേഷൻ നമ്മളിപ്പോ ഇക്വേഷൻ ഇവിടെ എഴുതിയില്ല. പക്ഷെ ഇക്വേഷൻ നമുക്ക് പറയാം അവിടെ എന്തായിരിക്കും? ഈ ഒരു മെഷർമെന്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ അത്യാവശ്യം കോംപ്ലിക്കേഷനിലോട്ട് പോവാം. ഓക്കെ. ഷ്രോഡിൻജർ ഇക്വേഷനിലോട്ട് കോംപ്ലിക്കേഷനിലോട്ട് പോവാം. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോംപ്ലിക്കേഷനിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അപ്രോക്സിമേറ്റ് ബാൻഡ് സ്ട്രക്ചർ മാത്രമേ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ഈ വരച്ചിരിക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ബാൻഡ് സ്ട്രക്ചർ. ഇത് ഇന്നർ എനർജി ലെവൽസ് ആണ്. ഇതാണ് ടോപ്പ് മോസ്റ്റില് വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഒരു അപ്രോക്സിമേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ദാറ്റ് ഈസ് ദ ഷ്രോഡിൻജർ ഇക്വേഷൻ ഫോർ ദ ബാൻഡ് സ്ട്രക്ചർ വിൽ become very much complicated and the solution will lead to a approximate band structure. Okay. As schematically illustrated in figure 3.2. For a small enough interatomic level, the S band and P band overlap as the given 6n of that is 6n P levels plus 2n S level. Okay. അതായത് ഒരു certain കണ്ടീഷൻ വരെ നമ്മുടെ ഈ ഒരു എന്താ 6n P ലെവൽസും 2n S ലെവൽസും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്ത് പറയാം? നമുക്ക് അവിടെ പി ഇലക്ട്രോൺസും എസ് ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നില്ല? അവിടെ നമുക്ക് പ്രത്യേകിച്ച് രണ്ടായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഒന്നായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ. അതൊരു സെർട്ടൻ കണ്ടീഷൻ വരെ എന്ത് ചെയ്യുന്നു? അതൊരു സിംഗിൾ കേസിൽ അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് കടക്കുക. ഓക്കെ. ശരിക്കും രണ്ട് ഓർബിറ്റൽസ് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായി തോന്നും? ഒറ്റ ഇതായിട്ട് നമുക്ക് അവിടെ പി രീതിയിലാണ് അവരവിടെ ഓവർലാപ്പ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. ഓക്കെ.
അപ്പൊ ആ ഒരു ബേസ് നമുക്ക് തന്നെ പറയാൻ പറ്റും. അത് ലാറ്റിസ് സ്പേസിംഗ്, it is the band structure would consist of completely filled valence band with foreign valence electrons and upper vacant band called conduction band. Okay. അപ്പൊ അതില് നമ്മുടെ ഈ ഒരു ഇന്നർ ഷെൽസിൽ ഓക്കെ അവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ലാറ്റിസ് സ്പേസിംഗ് എന്നൊരു പോർഷൻ വരുന്നുണ്ട്. ഇതാണ് ലാറ്റിസ് സ്പേസിംഗ്. അപ്പൊ ഈ ഒരു ലാറ്റിസ് സ്പേസിംഗിൽ നമുക്ക് എന്ത് പറയാം, ഫോറിൻ വാലൻസ് ഇലക്ട്രോൺസോട് കൂടിയ ഒരു വാലൻസ് ബാൻഡും അതേസമയം ഇതിന്റെ അപ്പർ ഇതില് ഓക്കെ അപ്പർ വാക്കന്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഓക്കെ. അപ്പൊ നമുക്ക് ഈ ലാറ്റിസ് സ്പേസിംഗ് എന്ത് ചെയ്യണം, ലാറ്റിസ് സ്പേസിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ഒരു ബാൻഡ് സ്ട്രക്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ബാൻഡ് സ്ട്രക്ചറിൽ നമുക്ക് ഈ ലാറ്റിസ് സ്പേസിംഗിൽ വരുന്നതിന് എന്താന്ന് പറയും, നമ്മുടെ വാലൻസ് ബാൻഡ്സ് എന്ന് പറയും. നമ്മൾ സാധാരണ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയാറുണ്ട്. ബട്ട് അത് നമ്മൾ അതിന്റെ കറക്റ്റ് പൊസിഷൻ നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യാറില്ല. പക്ഷെ ഇതിലിപ്പോ നമുക്ക് പറഞ്ഞിട്ടുള്ള അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിന്റെ വാലൻസ് ബാൻഡിന്റെ കേസ് എവിടെയാണ് വരുന്നത്, ബാലൻസ് ബാൻഡ് നമുക്ക് വരുന്നത് that is at lattice spacing. Okay, the at lattice spacing the band structure consists of completely filled balanced band. കാരണം നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് അതിനകത്ത് വാലൻസ് ബാൻഡ് ഉണ്ട്. വാലൻസ് ബാൻഡിനകത്ത് എന്ത് ചെയ്യുന്നത്, ഇവിടെ വാലൻസ് ബാൻഡിനകത്താണ് അവിടെ നമുക്ക് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. പിന്നെ അത് ഒരു എക്സൈറ്റേഷൻ കിട്ടുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കണ്ടക്ഷൻ ബാൻഡിലോട്ട് അവിടെ മൂവ് ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് അവിടെ പോകും. എപ്പോഴാണ് ഒരു എക്സൈറ്റേഷൻ, എക്സൈറ്റേഷൻ മീൻസ് നമ്മൾ എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ മൂവ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ. Although the electronic band structure is usually associated with crystalline materials, Cauchy crystalline and amorphous salts may also exhibit band structures. Okay. അപ്പൊ അതായത് നമ്മുടെ ക്രിസ്റ്റൽസും അതുപോലെ തന്നെ അമോർഫസ് സോൾട്സും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബാൻഡ് സ്ട്രക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിൽ മാത്രമല്ലല്ലോ കണ്ടക്ടിവിറ്റി അങ്ങനത്തെ ആ ഒരു കേസ് ഒക്കെ വരുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ സാധാരണ എല്ലാ മെറ്റീരിയൽസും എന്തുണ്ട്, അവിടെ ബാൻഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. സോ അവിടെ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിന്റെ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പീരിയോഡിക് നാച്ചർ, സിമെട്രിക് പ്രോപ്പർട്ടി, അപ്പൊ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് കാരണമാണ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിൽ നമ്മൾ കൂടുതൽ നമുക്ക് ഈ ബാൻഡ് സ്ട്രക്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നമ്മളിപ്പോ ജസ്റ്റ് നാനോയിലോട്ട് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സിലൊക്കെ എങ്ങനെ എനർജി ബാൻഡ്സ് വരുന്ന അതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ബാൻഡ് തിയറിയുടെ ക്ലാസ്സിൽ, സോളിഡ് സ്റ്റേറ്റിന്റെ ബാൻഡ് തിയറി ക്ലാസ്സിലുള്ളതിന്റെ ഒരു ബാക്കി പോർഷൻ നമുക്ക് ഇവിടെ പറയാം ഇതിന്റെ ഒരു കേസിൽ. ഓക്കെ, the momentum energy of the material as a result virtually virtually all of the existing theoretical work on electronic band structures all has focused on crystalline materials. Okay, several method has been cellular method, augmented plane wave method. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട. പറയുന്ന വേറൊന്നുമില്ല, നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ബാൻഡ് സ്ട്രക്ചേഴ്സ് നമ്മളിവിടെ പഠിക്കുന്നു എന്നതിനെ കുറിച്ച്. കാരണം അതിന്റെ പ്രത്യേക പ്രോപ്പർട്ടീസ് ഓക്കെ, എനർജി മൊമെന്റം, ഈ മെറ്റീരിയൽസിന്റെ എനർജി മൊമെന്റം ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റഡീസ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് കൂടുതലും അങ്ങനെ ഫോക്കസ് ചെയ്യാറുണ്ട്. സോ അവിടെ സെവറൽ മെത്തേഡ്സ്, സെല്ലർ മെത്തേഡ്, ഓഗ്മെന്റഡ് പ്ലെയിൻ മെത്തേഡ്, ഇതൊക്കെ യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇതിനൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഈ 6 to 7 എന്നും 10 to 11 കാണിച്ചിരിക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്കിൽ സിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ റെഫറൻസ് ടെക്സ്റ്റ് ലാസ്റ്റ് അവർ ഓരോ ചാപ്റ്ററിന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് ടെക്സ്റ്റ് ആണ് അവർ അവിടെ ആ ഒരു 6 to 7, 10 to 11 എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അറിയാലോ, ഇത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മെറ്റൽസിനെയും സെമി കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സ് നമുക്ക് എനർജി ബാൻഡ്സിന്റെ ബേസിസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അറിയാം. ബാൻഡ് ഗ്യാപ്പ് കൂടിയത് ഇൻസുലേറ്റർ, ബാൻഡ് ഗ്യാപ്പ് വളരെ കുറഞ്ഞത് മെറ്റൽ, രണ്ടും ഇൻ ബിറ്റ്വീനും ഏകദേശം 1 ഇലക്ട്രോൺ വോൾട്ട് വരുന്നത് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ബാൻഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ അവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് വായിച്ച് എഴുതുക. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, അതായത് നമ്മുടെ സോൾ സ്റ്റേറ്റ് ഫിസിക്സിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും പറയുന്നില്ല. ഓക്കെ, എൻ്റെ ബാൻഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഒരു ഐഡിയ ചോദിക്കുകയാണെങ്കിൽ അത് അവിടെ പഠിച്ച കാര്യം അതുപോലെ എഴുതിയാൽ മതി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മൾ ബാൻഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച്. സോ എന്ത് ചെയ്യുക, അതവിടെ എഴുതുക. ഓക്കെ, ഹോൾസ് വരുന്നുണ്ട്. സോ എന്താ, ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹോൾസ്. ഓക്കെ, അപ്പൊ അതൊക്കെ അറിയാലോ. പിന്നെ അവിടുത്തെ ഫോർവേഡ് എനർജി ഗ്യാപ്പ് ഇ ബാൻഡ് ഗ്യാപ്പ് എനർജിയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ച് വെച്ചിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ഇതില്
അപ്പൊ അതില് നമുക്കിനി ഞാനിപ്പോ എനർജി ബാലൻസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ മോഡ്യൂളിൽ തന്നെ ബാൻഡ് സ്ട്രക്ചർ ആൻഡ് ഡെൻസിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ 2 സബ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് എനർജി ബാൻഡ്സ്. അപ്പൊ എനർജി ബാൻഡ്സിനെ കുറിച്ച് ചോദിച്ചു എഴുതാൻ അറിയാമല്ലോ. ഓക്കെ, അപ്പൊ അതില് നമ്മളിപ്പോ ഇതിൽ പഠിച്ച ജസ്റ്റ് ശരിക്കും നാനുമായി ബന്ധപ്പെട്ട് വലുതായിട്ടൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ കൂടുതലും ബാൻഡ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ അവിടെ പഠിച്ചതും ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ബാൻഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ അവിടെ എഴുതുക. ഓക്കെ, ബാൻഡ് സ്ട്രക്ചേഴ്സ് എന്താണെന്നും ഓക്കെ ആ ഒരു ബേസിസിൽ ജസ്റ്റ് ഒരു ഐഡിയ അത്രേ ചോദിക്കത്തുള്ളൂ. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആ ഒരു ഇതില് ആ ഒരു ബാൻഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ അവിടെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ലോ ഡയമെൻഷൻ കേസിൽ എങ്ങനെയാണ് നമ്മുടെ ഡെൻസിറ്റി സ്റ്റേറ്റ്സ് വരുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഡെൻസിറ്റി സ്റ്റേറ്റ്സ് അറ്റ് ലോ ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ആ ഒരു സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഡെൻസിറ്റി സ്റ്റേറ്റ് വരുന്നത് നമുക്ക് അവിടെ നോക്കാം. അപ്പൊ അവിടുത്തെ ഡെൻസിറ്റി സ്റ്റേറ്റ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന നമ്മുടെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ ഫെർമി എനർജിയുടെ ബേസിസിൽ ഇതും നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നമ്മളിവിടെ പഠിച്ചു. അപ്പൊ ഫെർമി എനർജിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അതവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫെർമി എനർജിയുടെ ബേസിസിൽ ഈ ഒരു സ്റ്റേറ്റ് എങ്ങനെ വരുന്നുണ്ട്, സോ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്ന കാര്യം നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ എനർജി സ്റ്റേറ്റും അതുപോലെ തന്നെ ഓളിയോ, ഓക്കെ, ഇവിടെ നോക്കുക, ദാറ്റ് ഈസ് എനർജി ആൻഡ് ഓളിയോ ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ സ്റ്റേറ്റ് ചേഞ്ച് അക്രോസ് ദ എനർജി ബാൻഡ്സ്. ഓക്കെ, അതായത് ഇതിന്റെ ഓളിയോ ഡെൻസിറ്റി, കാരണം ചാർജ് കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരാം, ഇലക്ട്രോൺസിന്റെ ചാർജിൽ അവിടെ വ്യത്യാസങ്ങൾ വരാം. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, there is a small change. ഓക്കെ, ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അത് എങ്ങനെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എനർജി ബാൻഡ്സിനെ. ഓക്കെ, അപ്പൊ എനർജി ബാൻഡ്സ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, അതവിടെ മാറാം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഈ നമ്പർ ഓഫ് എനർജി ലെവൽസ് അത് എന്തിനാണ്, അതൊരു വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ എല്ലാം ഷോർഡിഞ്ചറിന്റെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ബട്ട് എന്നാൽ അത്രത്തോളം ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകുന്നുമില്ല. ഓക്കെ, ഷോർഡിഞ്ചർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഡെറിവേഷൻ ഒന്നും വരുന്നില്ല, ജസ്റ്റ് അതിന്റെ തിയറി മാത്രം. അപ്പോൾ നിങ്ങൾ ആ ഒരു തിയറിയിൽ എന്ത് ചെയ്യുക, ഷോർഡിഞ്ചർ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന കാര്യം അവിടെ പറയുക. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ there is generally the number of energy levels which correspond to electron wave in crystal in the central region of the bands are expected to be very large. Okay, അതായത് ഈ എനർജി സ്റ്റേറ്റ് സെൻട്രൽ റീജിയനിൽ എന്തായിരിക്കും, അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചാൽ മതി. എനർജി ബാൻഡ്സ് ഇതിൽ ഇവിടെ അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് അവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു എനർജി സ്റ്റേറ്റിന് ഇവിടെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതിൽ കളറിൽ ഒരു വേരിയേഷൻ കണ്ടോ, സെന്ററിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതലാണ് സൈഡുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പം ടോപ്പും ബോട്ടവും വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കോൺസെൻട്രേഷൻ അവിടെ കൂടുതലാണ്. ഓക്കെ, ദാറ്റ് ഈസ് generally number of electricity levels which correspond to electron wave in the crystal in the central region of the band are expected to be very large. Okay, therefore number of electron energy state per unit volume over the energy level E to E plus D are called density state. Okay, അപ്പോൾ എന്താണ് density state, electron energy state per unit volume over the interval E to E plus DE. Okay, E മുതൽ E plus D വരെയുള്ള സ്റ്റേറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ പോയിന്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി, ഓരോ പോയിന്റ്സ് ആയിട്ട്. ഓക്കെ, ഒരുപാട് സ്ട്രെസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്സ് ആയിട്ട് അതിൽ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്, അല്ല നമുക്ക് എന്ത് പറയാം അതിനെ, ഡെൻസിറ്റി സ്റ്റേറ്റ് എന്ന് പറയാം. DOS നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി സ്റ്റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൻസിറ്റി സ്റ്റേറ്റ് എടുക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അതായത് ഒരു സെർട്ടൈൻ എനർജി ലെവൽസിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ഒരു സെർട്ടൈൻ എനർജി ലെവലിൽ ഉണ്ടാകാവുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ് എത്രയാണ്, നമ്മൾ അതിനെ NeV ഓഫ് ഇ എടുക്കുന്നു. ഇന്റഗ്രൽ 0 ടു ഇ റോ ഇ ഡി ഇ. ഓക്കെ, NeV ഇന്റഗ്രൽ 0 ടു റോ ഇ ഡി നമ്മൾ അവിടെ എടുക്കുന്നത്. ഓക്കെ, റോ ഓഫ് ഇ ഡി, അത് നമുക്ക് എന്താണ് റോ ഓഫ് ഇ എന്ന് വെച്ചാൽ ഡെൻസിറ്റി സ്റ്റേറ്റിനെ റെപ്രസെന്റ്, റോ ഓഫ് എനർജിയുടെ ടേംസ് ആയതുകൊണ്ട് റോ ഓഫ് ഇ എന്ന് എടുത്തത്. ഓക്കെ, ഡെൻസിറ്റി നമ്മൾ സാധാരണ റോ എന്നിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ ഓഫ് ഇ എന്ന് കൊടുക്കാൻ കാരണം അത് എനർജി ലെവലിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ്. ഇനി ഇത് തന്നെ നമ്മുടെ ഒരു 3D ക്രിസ്റ്റൽ, ഓക്കെ, 3 ഡയമെൻഷണൽ ക്രിസ്റ്റലോട് വരുന്ന സമയത്ത് എന്തോട്ട് മാറ്റാം, ആ ഡെൻസിറ്റി സ്റ്റേറ്റിനെ, P of E 3D is equal to 1 by 2 pi square m star by h cut square whole raised to 3 by 2 E minus E പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അതായത് E minus E മീൻസ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഹോൾ റൈസ് ടു 1 by 2, ഹോൾ റൈസ് ടു 1 by 2 മീൻസ് റൂട്ട് എന്ന രീതിയിൽ. അല്ലെ, എം സ്റ്റാർ എഫക്റ്റീവ് മാസ് ആണ്. ഈ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ അത് നമുക്ക് എന്ത് പറയാം, അവിടെ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അവിടെ ഇ സിയും നമ്മൾ ഇ സിയുടെ പറഞ്ഞില്ല, താഴോട്ട് വരും. ഓക്കെ, ഇ സിയും ഇത് എന്താണ്, ഇ വിയും പൊട്ടൻഷ്യൽ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും ആണ്. ഓക്കെ,
എച്ച് ഡാഷ് പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറയുന്നത് അറിയാലോ, അത് h/2π h കട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ h ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ക്വാണ്ടം വെല്ല്, ഓക്കെ, നമ്മൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഒക്കെ പഠിച്ചില്ലേ, അപ്പൊ അതൊരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് എ കൺഫൈൻമെന്റ് ഓഫ് കാരിയർ ഇൻ വൺ സ്പേഷ്യൽ ഡയറക്ഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ് മോഷൻ ഇൻ ദ ഡയറക്ഷൻ. Therefore, density state of 2 dimensional structure is modified according to and expressed as rho of 2D is equal to m star by pi h cut square sigma I h into e minus ei. ഓക്കെ, ഇത് ഓരോ സ്റ്റേറ്റ് ആയിട്ട് 3 ഡയമെൻഷണൽ സ്റ്റേറ്റ് എങ്ങനെയാണ്, 2 ഡയമെൻഷണൽ സ്റ്റേറ്റ് എന്താണ്, അങ്ങനെ ഓരോ ഡയമെൻഷണൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് മാത്രം നോക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ കേസ് അങ്ങനെ നമ്മൾ പഠിക്കാനായിട്ട് വേറൊന്നും ഇല്ല പ്രത്യേകിച്ച്. നമുക്ക് ഓരോ സ്റ്റേറ്റ്, ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു PDF അതിൽ ഓരോ ഷോർട്ട് ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് എന്ത് ചെയ്യുക, ഓരോ എനർജി സ്റ്റേറ്റ് ഈ ഇക്വേഷൻ ആണ്, പിന്നെ ഡെറിവേഷനോ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് എലക്ടീവ് കോഴ്സ് ആണ്. സോ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ആ ഇക്വേഷൻസ് മാത്രം, 2 ഡയമെൻഷണൽ ഇക്വേഷൻ എങ്ങനെയാണ്, 3 ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണെന്ന് മാത്രം എന്ത് ചെയ്യുക, അവിടെ നോക്കി വയ്ക്കുക. ഓക്കെ, ഓക്കെ, ഇത് നമ്മുടെ 1 ഡയമെൻഷണൽ സ്ട്രക്ചറിന്റെ വാല്യൂ ആണ്. ഓക്കെ, പിന്നെ അതിനകത്തൊരു ഹെവിഡേസൈഡ് ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, കാരണം അങ്ങനെ പറയാൻ കാരണം ഒന്ന് നമുക്ക് ടൈം വളരെ കുറവാണ്, പിന്നെ ഇലക്ടീവ് കോഴ്സ് ആണ്. അപ്പൊ നമുക്ക് റെഫറൻസ് ടെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ അത് നോക്കിയാൽ സിലബസ് നോക്കിയാൽ മതി, സൈഡിൽ പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത് വേറെ ടെക്സ്റ്റോടെ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡെറിവേഷൻസ് നമുക്ക് ഇവിടെ വേണ്ടാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കറക്റ്റ് ടെക്സ്റ്റും അവര് ചാപ്റ്റർ ഉൾപ്പെടെ പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇതിലുള്ള എന്താണോ ആ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതിന്റെ ഡെറിവേഷൻസ് ഉണ്ടോന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് 1 ഡയമെൻഷന്റെയും 2 ഡയമെൻഷന്റെയും 3 ഡയമെൻഷന്റെയും എന്ത് നോക്കുക, ഇക്വേഷൻസ് അവിടെ നോക്കുക. ഓക്കെ, ഇക്വേഷൻസ് നോക്കി വെച്ചേക്കാം. റോ ഓഫ് ഈ 1 ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു 1/π 2m star by h cut square whole raised to 1/2 sigma I ni h into e minus ei divided by e minus e whole raised to 1/2. ഓക്കെ, അപ്പൊ നമ്മളവിടെ ഈ ഒരു h into e minus e എന്ന് പറയുന്ന ഹെവിസൈഡ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ഇതിന് അതുപോലെ തന്നെ നമ്മുടെ 0 ഡയമെൻഷൻ, ഈ 0 ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വാണ്ടം ഡോട്ട്സിനെ നമ്മൾ 0 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നാനോ സ്ട്രക്ചറിൽ പഠിക്കും ക്വാണ്ടം ഡോട്ട്സിനെ കുറിച്ച്. സോ ക്വാണ്ടം ഡോട്ട്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ 0 ഡയമെൻഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ റോ ഇ ഓഫ് 0 d is equal to sigma I 2 delta into e minus ei. Okay, where the summation is all over the I quantum state, the density state of 3 dimension, 2 dimension, 1 dimension and 0 dimension are schematically shown. Okay, അപ്പൊ അതായത് ഓരോ ഡയമെൻഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3 ഡയമെൻഷൻ എങ്ങനെയാണ്, 2 ഡയമെൻഷൻ എങ്ങനെയാണ്, 1 ഡയമെൻഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ ഡെൻസിറ്റി സ്റ്റേറ്റിലും എനർജിയും ഡെൻസിറ്റിയും വെച്ചിട്ടുണ്ടാവുന്ന കർവുകൾ വന്നിട്ടുണ്ട്, അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഡെൻസിറ്റി സ്റ്റേറ്റ്സ് എന്ന് അവിടെ പറയുന്നത്. ഓക്കെ, ഡെൻസിറ്റി സ്റ്റേറ്റ് ഓരോന്നിന്റെയും കേസ് അവിടെ ഗ്രാഫ് പറയുന്നു. ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ എളുപ്പമാണ്. ഓക്കെ, ഓരോന്ന് നോക്കി വെച്ചിരിക്കുക, ഇതിന്റെ സിമ്പിൾ ആണ്, അങ്ങനെ വരയ്ക്കാനായിട്ടൊന്നും ചോദിക്കത്തില്ല, ഗ്രാഫ് ഡ്രോ എന്ന് പറഞ്ഞ് ചോദിക്കില്ല. ചിലപ്പോൾ വാട്ട് യു മീൻ ബൈ ഡെൻസിറ്റി സ്റ്റേറ്റ് ലോ ഡയമെൻഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ 3 ഡയമെൻഷന്റെയും 2 ഡയമെൻഷന്റെയും അതിലൊക്കെ വാല്യൂസ് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻസ് അവിടെ കൊടുക്കുക. ഓക്കെ, that is an electron state can be occupied by an electron or unoccupied by and counting statistics of concentration of electron band is based on number of electrons in the band. Okay, അതായത് ഒരു ഇലക്ട്രോൺ സ്റ്റേറ്റ് എത്ര ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അൺഒക്കുപ്പൈഡ് ഇലക്ട്രോൺസിന്റെ ഇത് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, that is number of electrons in band is equal to number of state in the band into probability of occupancy of the state by an electron. Okay, number of electron in the band is equal to number of state in the band into probability of occupancy of states of an electron എടുക്കാം. അവിടെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു എനർജി സ്റ്റേറ്റ്, ഓക്കെ, നമുക്ക് ഇ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് എന്തുണ്ടാവും, ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, കാരണം അത് ഇത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ഒക്കുപ്പൻസി നമുക്ക് എഫ് ഓഫ് ഇ എന്ന് വിളിക്കാം. ഓക്കെ, അതായത് എത്ര ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നു എന്നുള്ള കാര്യം എഫ് ഓഫ് ഇ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഇതേ പ്രോബബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ പറയുന്നത്. ഓക്കെ, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. അതായത് ഇവിടെ എനർജി സ്റ്റേറ്റ്, കാരണം അന്ന് നമ്മൾ അതിൽ ഫെർമി എനർജി സ്റ്റേറ്റ് നമ്മളവിടെ ഇലക്ട്രോൺസിന്റെ പ്രോബബിലിറ്റി നമ്മളിവിടെ പറയുന്നുണ്ട്. സോ ഇവിടെ എന്തിനാണ് പറയുന്നത്, ഇവിടെയും നമുക്ക് ആ ഒരു ഇ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിന്റെ ഉണ്ടാവുന്ന ഒക്കുപ്പൻസി അല്ലെങ്കിൽ എത്ര പ്രോബിലിറ്റി വരാം എന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിലും അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore number of electrons over the energy level E2 E plus is found to be rho E dE into F of E. അപ്പൊ നമുക്ക് ഫെർമി എനർജി ലെവൽസിന്റെ ടേംസ് തൊട്ട് മുൻപേ നമ്മൾ ഫെർമി ലെവൽസിലല്ല പറഞ്ഞത്, അല്ലാത്തൊരു രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ അവിടെ ഫെർമി ഡ്രാഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് E ബോട്ടം ടു ടോപ്പ് റോ ഓഫ് E എഫ് ഓഫ് ഇ ഡി എന്നാക്കി മാറ്റി. ഓക്കെ, അതായത് ബാൻഡിന്റെ കംപ്ലീറ്റ് ബാൻഡിന്റെ ആണ് ടോപ്പ് ടു ബോട്ടം എന്നവിടെ എടുത്തിരിക്കുന്നത്. സോ ലോവർ എൻഡ് മുതൽ അപ്പർ എൻഡ് വരെ ഇന്റഗ്രൽ എന്ത് ചെയ്യുന്നു? റോ ഓഫ് ഇ എഫ് ഓഫ് ഇ ഡി നമ്മളവിടെ കൊടുക്കുവാണ്. ഓക്കെ, for example, number of conduction electrons in the band structure of a semiconductor at the temperature T is obtained according to equation integral EC to plus infinity rho of E F E. അതെന്താണ്? അത് അവിടുത്തെ കണ്ടക്ഷൻ ബാൻഡ് കേസ് ആണ്. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഇനി നമുക്കിപ്പോ ബാലൻസ് ബാൻഡ്, ഓക്കെ, ബാലൻസ് ബാൻഡ് കേസ് എങ്ങനെ എടുക്കാം? അതവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇ വി റോ ഇ ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് ഇ ഡി എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫെർമി ഡ്രാഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് അവിടെ ഫെർമിയോൺ പാർട്ടിക്കിൾസ് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ അവിടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യും? അത് ഒബേ ചെയ്യും, ഹാഫ് ഇന്റഗ്രൽ സ്പീഡ്. ഓക്കെ, അപ്പൊ അതാണ് ഫെർമിയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എഫ് ഓഫ് ഇ ഡി എന്നിട്ടിട്ട് 1 ബൈ എക്സ്പോണൻഷ്യൽ ഇ മൈനസ് ഇ എഫ് ഡിവൈഡ് ബൈ കെ ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഫെർമി ഡ്രാഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലോട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ് അവിടെ നമ്മൾ പറയുന്നത്? നമ്മുടെ ഒരു എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എനർജി സ്റ്റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ ഫെർമി ഡ്രാഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ അവിടെ പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ സാധിക്കും, ആ ഒരു എനർജി സ്റ്റേറ്റിനെ. ഓക്കെ, ഇത് നമ്മുടെ അന്ന് ഫെർമി ഡ്രാഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വെച്ചിട്ട്, ഓക്കെ, നമ്മൾ അന്ന് പ്ലോട്ട് ചെയ്ത കർവാണ്. അതേ കർവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബേസിസിൽ, അല്ലെങ്കിൽ ബാൻഡ് തിയറിയുടെ ബേസിസിൽ ഫെർമി എനർജി ലെവൽസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഓരോ കണ്ടക്ഷൻ ബാൻഡും അതുപോലെ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, ഓരോ കേസിലും. അതിൽ ആ ഒരു എനർജി ഡെൻസിറ്റി നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങോട്ട് വലുതായിട്ട് വേണം എന്നില്ല. ഇങ്ങോട്ട് പിന്നെ ഡോപ്പിങ്ങും അങ്ങനത്തെ പ്രോസസ്സാ. അപ്പൊ ഡോപ്പിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡോപ്പിംഗ്, പിന്നെ ഡോപ്പിംഗ് ഇങ്ങോട്ട് വരുന്ന സമയം നമ്മൾ സാധാ ഡോപ്പിംഗ് എന്താണ് എന്ന രീതിയിൽ, അതായത് നമുക്ക് ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സെമി കണ്ടക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാം? അത്യാവശ്യം കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്യാം? അതിന്റെ കാര്യങ്ങൾ അവിടെ കൊടുക്കുക. ഓക്കെ, എനർജി ഡെൻസിറ്റി സ്റ്റേറ്റ് നമ്മൾ അതിൽ പറഞ്ഞല്ലോ. അപ്പൊ അതുവരെ അത് പഠിക്കുക, ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതിനകത്ത് ഞാൻ പറയാം, മാക്സിമം ഈ ക്വസ്റ്റ്യൻസിനെ കാട്ടിയൊക്കെ ഇതിനകത്ത് നമുക്ക് ഇനി ജസ്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സെം, ടെം, ഓക്കെ, എക്സ് ആർ ഡി, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബൾക്ക് മീൻസ് ഫ്ലൂറൻസ്, നമ്മുടെ കാർബൺ നാനോ ട്യൂബ്, ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഇതുണ്ട്, നമ്മുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ക്യാരക്ടറൈസേഷൻ, നാനോ മെറ്റീരിയൽസും ആപ്ലിക്കേഷനും. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക, മാക്സിമം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഒരുപാട് സമയമല്ല ഇതിന്റെ ഡെറിവേഷൻസും പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവാത്ത കൺസെപ്റ്റ് നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് സമയം ഒരുപാട് പോകും. ഓക്കെ, അതിനെക്കാട്ടി എന്ത് ചെയ്യാം? മാക്സിമം പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പഠിക്കാം. ഇതൊക്കെ ജസ്റ്റ് എങ്ങനെ എനർജി സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക, ഒരു ബേസിക് ഐഡിയ. ഓക്കെ, പിന്നെ നമ്മുടെ സോൾ സ്റ്റേറ്റിൽ പഠിച്ച കുറച്ച് കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം, കാരണം അതും ഇതുമായിട്ട് റിലേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ എനർജി ബാൻഡ്സ് ഡെൻസിറ്റി സ്റ്റേറ്റ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മീൻസ് അവിടെ നമുക്കിപ്പോൾ നാനോ സ്ട്രക്ചേഴ്സ് എന്താണ്, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ ബാൻഡ് സ്ട്രക്ചറും ഡെൻസിറ്റി സ്റ്റേറ്റും എന്ത് ചെയ്ത് നമ്മുടെ ഒന്നാമത്തെ മോഡ്യൂളിൽ അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നാനോ ടെക്നോളജിയെ കുറിച്ച് നമ്മളൊരു ബേസിക് ഐഡിയ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഒന്നും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ് നമ്മൾ അതിനെ പറഞ്ഞ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. പിന്നെ ഇതും എന്താണ്, അവിടെ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് എങ്ങനെ വരുന്നു, ഓക്കെ, അതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നമ്മൾ എന്ത് ചെയ്ത് അവിടെ പറഞ്ഞത്. ഓക്കെ,